വൻ നഴ്സിംഗ് തട്ടിപ്പ് നടത്തിയ പ്രതി പോലീസ് പിടിയിലായി. ചങ്ങനാശ്ശേരി സ്വദേശിയും കനേഡിയൻ പൗരനുമായ ജെയിംസ് കുട്ടി കുര്യാക്കോസിനെയാണ് ചിങ്ങവനം പോലീസ് പിടികൂടിയത്. ഇയാൾക്കെതിരെ ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ മാത്രം 55ഓളം കേസുകളുണ്ട്. ഇയാളുടെ രീതി എന്ന് പറഞ്ഞാൽ ഇയാൾ നേരിട്ടൊന്നും വരുന്നില്ല. നമ്മൾ ഇയാളുടെ പരസ്യം കണ്ട് ഇയാൾക്ക് ഒരുപാട് ഓഫീസുകളുണ്ട് കേരളത്തിൽ തന്നെ, പിന്നെ കേരളത്തിന് പുറത്തുമുണ്ട്. ഒന്ന് വിളിച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ വെച്ചിരിക്കുകയാണ്. അവർ സാർ എന്ന് പറഞ്ഞ് നമ്മളെ നിരന്തരം അങ്ങോട്ട് ആകർഷിച്ച് പൈസ മേടിക്കുക, ഇപ്പം ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വലയിൽ വീഴ്ത്തുകയാണ്. അത് ഡ്രൈവർമാരുണ്ട്, നേഴ്സുമാരുണ്ട്, പിന്നെ പഠിക്കാൻ പോകുന്ന പിള്ളേരില്ലേ, അവരെയൊക്കെ ഞങ്ങളുടെ കൂടെ ഇന്നലെ ഉണ്ടായിരുന്ന പുള്ളിയുടെ മകനെ ഒരു വിദേശത്ത്, ഇവർക്കാർക്കും ആ കോളേജായിട്ട് ഒരു ബന്ധവുമില്ല. അവിടെ കൊണ്ടുപോയിട്ട് കോളേജിൽ റിസപ്ഷനിൽ അവിടെ കണ്ടുകൊണ്ടിരുത്തി വെച്ച് ഇവരങ്ങ് പോയി. 73ഓളം പേരിൽ നിന്നായി 4 കോടി രൂപയോളം ഇയാൾ കബളിപ്പിച്ചിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇയാൾ നാട്ടിൽ വന്നത് മനസ്സിലാക്കുന്നത് അയാളുടെ 2 പ്രോപ്പർട്ടി നാട്ടിലുണ്ട്, അത് വിറ്റ് പൈസ ആയിട്ട് തിരിച്ചു പോകാനായിട്ടാണ് വന്നത്. അതിൻ്റെ ഇടപാട് നടത്താനുള്ള ശ്രമത്തിലായിരുന്നു. ആ സമയത്തായിരുന്നു പോലീസിൻ്റെ വലയിലാകുന്നത്. കൂടുതലായി അന്വേഷിച്ചതിൽ ഇയാൾക്ക് 73 പരാതിയും 18 എഫ്ഐആറും ഇയാൾക്കെതിരെ നിലവിൽ കേരളത്തിൽ പല സ്റ്റേഷനിലും ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്ത് വ്യാപകമായി നഴ്സുമാരിൽ നിന്ന് പണം വാങ്ങി കാനഡയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു പറ്റിച്ച പ്രതിയെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇയാൾ ചങ്ങനാശ്ശേരി സ്വദേശിയാണ്. ജെയിംസ് കുട്ടി കുര്യാക്കോസ്. 64 വയസ്സാണ് ഇയാൾക്കുള്ളത്. കനേഡിയൻ പൗരത്വമാണ് ഇയാൾ പിന്നീട് നേടിയെടുത്തിട്ടുള്ളത്. ഇയാളെയാണ് ചിങ്ങവനം പോലീസ് ഈ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ എമിഗ്രേഷൻ വിഭാഗത്തിൻ്റെ സഹായത്തോടുകൂടി പിടികൂടിയിരിക്കുന്നത്. ഈ ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ മാത്രം ഏതാണ്ട് 55ഓളം കേസുകളാണുള്ളത്. നിലവിൽ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഓരോരുത്തരിൽ നിന്നും ലക്ഷങ്ങളാണ് തട്ടിയെടുത്തത്. ഏതാണ്ട് 4 കോടിയോളം രൂപയുടെ തട്ടിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ആളുകൾ ഇതിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന് ലഭ്യമാകുന്ന വിവരം. ഇയാൾക്ക് ഒരു ഘട്ടത്തിൽ കോട്ടയം കഞ്ഞിക്കുഴിയിൽ ഒരു സ്ഥാപനമുണ്ടായിരുന്നു. പിന്നീട് ഇയാൾ കാനഡയിലേക്ക് മാറുകയായിരുന്നു. കാനഡയിലും ഇയാൾക്കെതിരെ കേസുകൾ വന്നതോടെയാണ് അയാൾ നിക്കക്കളിയില്ലാതെ രാജ്യം വിടുന്ന അവസ്ഥ വന്നത്. കൊച്ചി പനങ്ങാടാണ് ഇയാൾ താമസിച്ചിരുന്നത്. അവിടെയായിരുന്നു ഒരു പുതിയ വിലാസം ഉണ്ടായിരുന്നത്. എന്തായാലും പോലീസ് കുറേ കാലമായി ഇയാളെ തിരയുകയായിരുന്നു. 4-5 വർഷമായി തന്നെ പണം കൊടുത്ത് ഈ ജോലി കിട്ടാതെ വന്ന ആളുകളുണ്ട്. കനേഡിയയിൽ വിസ തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞായിരുന്നു ഇയാളുടെ തട്ടിപ്പുകൾ ഉണ്ടായിരുന്നത്. സംസ്ഥാനത്തൊട്ടാകെ ഏതാണ്ട് 12ഓളം പോലീസ് സ്റ്റേഷനുകളിലാണ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തായാലും കൂടുതൽ കേസുകൾ ഉയർന്നു വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഒരുപാട് ആളുകൾ അവരുടെ കുടുംബം തന്നെ ഫലത്തിൽ സാമ്പത്തികമായി തകരുന്ന നിലയിലേക്ക് എത്തുന്നതായിരുന്നു ഇയാളുടെ ഒരു ഫലത്തിൽ. ഇയാളുടെ തട്ടിപ്പ് കൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. എന്തായാലും പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ തട്ടിപ്പിന് ഇരയായവരെ സംബന്ധിച്ച് ഒരു പരിധിവരെ ഒരു ആശ്വാസമായി മാറുകയാണ്. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.